വക്രതുണ്ട മഹാകായ. നാളെ 2025 ജൂലൈ മാസം 7-ാം തീയതി തിങ്കളാഴ്ച, 1200 മിഥുന മാസം 23-ാം തീയതി. വരുന്ന 90 ദിവസത്തിനകം ഈ നക്ഷത്രജാതകർക്ക് ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്ന സമയമാണ്. വരുന്ന 90 ദിവസത്തിനകം ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയും വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള കാലം. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവ്വസൗഭാഗ്യമാണ്. നമുക്കിതിനെ രാജയോഗം എന്ന് വേണമെങ്കിൽ വിളിപ്പേര് നൽകാം. ജീവിതത്തിലെ സകലവിധ ദുഃഖങ്ങളും മാറിക്കൊണ്ട് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു അവസരം ഇവർക്ക് മുന്നിൽ തെളിയും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ഈ നക്ഷത്രജാതകർ ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട്, പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട്. ഈ ഒരു സമയത്ത് ഈ നക്ഷത്രജാതകർ ചില കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും ഇനി വരാനിരിക്കുന്ന 90 ദിവസം ഇവർക്ക് ഏറ്റവും അധികം ഭാഗ്യം നൽകുന്നത് തന്നെയായിരിക്കും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ആരൊക്കെയാണ് ആ നക്ഷത്രജാതകർ? അവർ എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത്? ഏതൊക്കെ ക്ഷേത്രത്തിലാണ് അവർ പോകേണ്ടത് എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദോഷകരമായ സമയത്തെ അതിജീവിച്ച് ഏറ്റവും അധികം ഉന്നതിയിലേക്ക് എത്തുന്ന ഈ സമയത്ത് ചില പരിഹാരങ്ങൾ ചെയ്യണം. ആ പരിഹാരങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോകണം. ഇതുവരെ വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും കൊണ്ടെത്തിക്കും. ദോഷങ്ങളൊക്കെ അകന്ന് ശത്രുദോഷങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് ഈ 90 ദിവസങ്ങൾ. ഓരോ മലയാള മാസവും ഓരോ ഇംഗ്ലീഷ് മാസവും നമുക്കേറെ പ്രതീക്ഷകൾ നൽകുന്നു. നല്ലതുകൾ മാത്രം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് ഈ ഒരു 90 ദിവസക്കാലം ഏറ്റവും അധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ്. ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രമെന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രം തന്നെയാണ്. തിരുവോണം നക്ഷത്രജാതകരുടെ മനപ്രയാസങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ഇവർക്ക് ജോലിയിൽ ഒരു ഉന്നതി ലഭിക്കും. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ഒരു ജോലി എളുപ്പത്തിൽ കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അത് നടന്നു കിട്ടും. ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലമായി ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. പലരാലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും കാര്യകാരണങ്ങളില്ലാതെ ദേഷ്യപ്പെടുക, ശാരീരികമായി അവശത, ശത്രുദോഷം ഒക്കെയും ഇവർക്ക് ബാധിച്ചിരുന്നു. എന്നാൽ അതൊക്കെ മാറുകയാണ്. ജീവിതത്തിൽ ഒരു വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുകയാണ്. സംസാരത്തിൽ ശ്രദ്ധ വേണം. സാഹസികമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവ്വസൗഭാഗ്യമാണ്. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന തിരുവോണം നക്ഷത്രജാതകർക്ക് അത് ലഭ്യമാകുന്ന സമയമാണ്. വിദേശത്തേക്ക് പോകാനും സത്സന്താന ഭാഗ്യം വന്നു ചേരാനും ഇവർക്ക് ഏറ്റവും അനുകൂലമായ സമയം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി, കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും തിരുവോണം നക്ഷത്രജാതകർ എത്തിയിരിക്കും. തിരുവോണത്തിൻ്റെ ഏറ്റവും നല്ല നാളുകളാണ് ഇനി. സർവ്വസൗഭാഗ്യമാണ്. ക്ഷേത്രദർശനം നടത്തണം. പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക. അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നവഗ്രഹാദി ദോഷങ്ങൾ മാറുവാൻ വേണ്ടി നവഗ്രഹ പൂജ നടത്തുക. നവഗ്രഹങ്ങളെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്താൻ മടിക്കേണ്ട. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രജാതകരുടെ ധനപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. കഷ്ടനഷ്ടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പൂരം നക്ഷത്രജാതകർ എത്തും. ഇവരുടെ കടങ്ങളൊക്കെ വീടുവാനുള്ള ഒരു അവസരമായി ഈ 90 ദിവസത്തെ കണക്കാക്കാം. കടമുള്ള പൂരം നക്ഷത്രജാതകർക്ക് ആ കടങ്ങളൊക്കെ മാറിക്കിട്ടും. ആരോഗ്യപരമായി ഒരുപാട് നേട്ടമുള്ള സമയമാണ്. പങ്കാളിയുമായിട്ടുള്ള കലഹങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും.
അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങൾ, അതിലൊക്കെ നിങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയ അവസരങ്ങൾ അവരുടെ മുന്നിൽ തെളിയും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, നേട്ടമാണ്. ക്ഷേത്രദർശനം നടത്തണം. ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം നടത്തുക, ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വിളക്ക് വഴിപാട് നടത്തുക. തീർച്ചയായും വരാനിരിക്കുന്ന സമയം ഏറ്റവും അധികം നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെയായിരിക്കും. കഷ്ടപ്പാടിനൊക്കെ അറുതി വന്ന് ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയ്ക്ക് ഫലം കിട്ടുന്ന സമയം. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി വളരെയേറെ മനപ്രയാസങ്ങൾ തന്നെയായിരുന്നു. ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ, ഉറക്കമില്ലായ്മ, ചിന്താക്കുഴപ്പങ്ങൾ എന്നിവ പല രീതിയിലുള്ള ദുരിതങ്ങൾ അനുഭവിച്ച ഉത്രട്ടാതി നക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല സമയം തെളിയുകയാണ്. ജീവിതത്തിലെ എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം. വിദേശ യാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. കഷ്ടപ്പാടും ദുരിതവും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഉത്രട്ടാതി നക്ഷത്ര ജാതകർ എത്തിച്ചേരും. ഭാഗ്യമാണ്, നേട്ടമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാര, പിൻവിളക്ക്, കൂവളമാല ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. കഴിയുമെങ്കിൽ സർപ്പക്കാവിൽ 100 പാലും നടത്തുക. തീർച്ചയായും വരുന്ന സമയം ഏറ്റവും അധികം ഉയർച്ചയുടെയും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയുമാണ്. ഒരുപാട് പഴികൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഉത്രട്ടാതി നക്ഷത്ര ജാതകർ. ശരിയാണോ? ഉത്രട്ടാതി നക്ഷത്ര ജാതകർ ഇത് ശരിയാണ് എങ്കിൽ ശരിയാണ് എന്നൊന്ന് കുറിക്കുക. അമ്മേ നാരായണ എന്നൊന്ന് കുറിച്ചാലും മതി. തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റെതാണ്, വളരെയേറെ നേട്ടത്തിൻ്റെതാണ്. നാളെ തിങ്കളാഴ്ചയാണ്. അതിരാവിലെ പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഓണത്തിന് മുൻപ് നിങ്ങൾക്കൊരു സ്വപ്നം പൂവണിയും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളുടെ മനപ്രയാസങ്ങളൊക്കെ മാറുകയാണ്. ഒരുപാട് മനപ്രയാസങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് ഉത്രാട നക്ഷത്ര ജാതകർ. എന്നാൽ തീർച്ചയായും ഇനി വരാനിരിക്കുന്ന നാളുകൾ നിങ്ങളുടെ സൗഭാഗ്യത്തിൻ്റെതാണ്, നേട്ടത്തിൻ്റെതാണ്. അടുത്ത ബന്ധുക്കളിൽ നിന്നുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും. നിങ്ങളുടെ കടങ്ങളൊക്കെ മാറും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം ഉത്രാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യമാണ്. അതുപോലെ തന്നെ ചില കേസു വഴക്കുകൾ, അതിലൊക്കെ നമുക്ക് വിജയം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. വഴക്കൊക്കെ ഒഴിവാകും. എല്ലാ രീതിയിലും നേട്ടമാണ്. കല, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ നേട്ടവും ഭാഗ്യവുമാണ്. സന്താന ഭാഗ്യം വന്നു ചേരും. സന്താനങ്ങൾക്ക് വലിയ നേട്ടവും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. ഉയർച്ചയാണ്, ഭാഗ്യമാണ്, നേട്ടമാണ്. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വളരെയേറെ വിഷമതകൾ അനുഭവിക്കുന്നവർ തന്നെയാണ്. ഒരു ഉയർച്ചയില്ലായ്മ, വളരെയേറെ കഷ്ടപ്പെടുന്നു. എന്നാൽ അതിനൊന്നും ഫലം കിട്ടാതെ വരുന്നു. നിരാശ, ബിസിനസ്സിൽ നഷ്ടം, ധനനഷ്ടം, ഇങ്ങനെ പല രീതിയിലും പല കാലക്കേടുകളും ഇവരെ പിന്തുടരുന്നുവെങ്കിലും ഇനിയുള്ള നാളുകൾ, വരുന്ന 90 ദിവസത്തിനുള്ളിൽ ഇവർക്കൊരു അത്ഭുതം സംഭവിക്കും. വരാനിരിക്കുന്ന 90 ദിവസക്കാലം ഇവരുടെ ഭാഗ്യത്തിൻ്റെതാണ്. ധനം ധാരാളം വന്നു ചേരും. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. ലോട്ടറി ഭാഗ്യമൊക്കെ ഏറെ വന്നു ചേരുന്ന സമയമാണ്. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭ്യമാകുന്ന സമയമാണ്. ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്കകളൊക്കെ വിട്ടേക്കുക. നിങ്ങൾക്കിനി ഏറ്റവും അധികം നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും. കുടുംബത്തിൽ ഒട്ടനവധി അസ്വരസ്യങ്ങളുണ്ട്, അതൊക്കെ മാറാൻ പോവുകയാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ജീവിതത്തിലെ സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് സങ്കടകരമായിട്ടുള്ള മുഹൂർത്തങ്ങളെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് അപവാദങ്ങൾ, പഴികൾ, കുറ്റപ്പെടുത്തലുകൾ ഇവയൊക്കെ ഇവർ സഹിച്ചവരാണ്.
വിചാരിച്ചതിന് വിപരീതമായിട്ടാണ് പല കാര്യങ്ങളും ഇവർക്ക് നടക്കുന്നത്. എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കര വന്നു ചേരാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. ശത്രുക്കളുടെ ഉപദ്രവം ധാരാളമുണ്ടായിരുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങൾ ഒട്ടനവധിയായിരുന്നു. എന്നാൽ അതൊക്കെ മാറി ഒരുപാട് ധനം സമ്പാദിക്കാനും ജീവിതത്തിൽ വളരെയേറെ സന്തോഷമുണ്ടാകാനും പോകുന്നു. ഇനിയുള്ള നാളുകൾ ഏറ്റവും അധികം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയുമായിരിക്കും. ശത്രുക്കളുടെ ഉപദ്രവം, സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇവയൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ്. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവർ എത്തും. അതുപോലെ തന്നെ നിങ്ങളുടെ രഹസ്യങ്ങൾ അത് മറ്റാരോടും പങ്കുവയ്ക്കരുത്. അങ്ങനെ പങ്കുവച്ചാൽ ആ ഒരു കാര്യം നടക്കാതെ പോകും. അതുകൊണ്ട് രഹസ്യങ്ങൾ ഒരിക്കലും മറ്റൊരാളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കരുത്, പറയരുത്. ക്ഷേത്ര ദർശനം നടത്തണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ വരുന്ന നാളുകൾ ഏറ്റവും അധികം ഭാഗ്യത്തിൻ്റെയും ഏറ്റവും അധികം ഉയർച്ചയുടേതുമാണ്. അടുത്ത നക്ഷത്രം മകയിരമാണ്. നിങ്ങളുടെ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ദൂരയാത്രകൾ വേണ്ടിവരും. തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സമയമാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയുന്ന സമയമാണ്. ഒരുപാട് നേട്ടവും ഒരുപാട് സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നു. നിങ്ങളെ സംബന്ധിച്ച് വരുന്ന 90 ദിവസത്തിനകം ഇതൊക്കെ സംഭവിക്കും. ഇവരുടെ ജീവിതം ചില അത്ഭുതങ്ങളാൽ അറിമറിയുകയും ദുരിത ദുഃഖങ്ങളൊക്കെ മാറുകയും സന്തോഷകരമായിട്ടുള്ള പല അനുഭവങ്ങളും അനുഭവിക്കാനുള്ള ഒരു യോഗവും നിങ്ങൾക്ക് വന്നു ചേരും. നല്ല രീതിയിൽ ഉയർച്ച വന്നു ചേരും. ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് മുരുക ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി നെയ്വിളക്ക് വഴിപാടൊക്കെ നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ്, വലിയൊരു ഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത്. പൗർണമി തോറും വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. തുളസിച്ചെടി വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുക. ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക. പുത്രഭാഗ്യം വന്നു ചേരും. അതിസമ്പന്നതയിൽ നിങ്ങൾ എത്തിച്ചേരും. ജീവിതം മാറിമറിയും. 90 ദിവസത്തിനകം ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവും വന്നു ചേരുന്ന നക്ഷത്രജാതകരാണ് ഇവർ. ഇവരുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നല്ലതുകൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.